നമസ്കാരം. എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മൊഡ്യൂൾ 3 പാർട്ട് 5 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 മൊഡ്യൂൾ 3 പാർട്ട് 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിറ്റുമിനസ് മിക്സ് ഡിസൈൻ. ബിറ്റുമിനസ് മിക്സ് ഡിസൈൻ എന്താണെന്ന് പൊതുവേ നമ്മളൊരു മിക്സ് ഡിസൈൻ പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൽ വേണ്ട എല്ലാ കമ്പോണൻസും കൂടി വേണ്ട പ്രപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഇപ്പം ബിറ്റുമിനസ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതൊരു പ്രപ്പോർഷനിലാണോ ഏതൊക്കെ സാധനങ്ങൾ ആഡ് ചെയ്യേണ്ടത് അതേ രീതിയിൽ അതെല്ലാം ആഡ് ചെയ്തിട്ട് ഈ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു മിക്സ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് മിക്സ് ഡിസൈൻ. So, the bituminous mix design aims to determine the proportion of bitumen, filler, fine aggregates and coarse aggregate to produce a mix which is workable, strong, durable and economical. Now, objectives of bituminous mix. ഒരു ബിറ്റുമിനസ് മിക്സ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതിലൊന്നാമത്തതാണ് സഫിഷ്യൻറ്റ് ബിറ്റുമിൻ ഉണ്ടായിരിക്കണം ടു എൻഷുർ എ ഡ്യൂറബിൾ പേയ്മെൻറ്റ്. ബിറ്റുമിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിറ്റുമിൻ അഗ്രിഗേറ്റിലൂടെ ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറയോ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യപ്പെടാതെയൊക്കെ വരുമ്പം നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഡ്യൂറബിലിറ്റീനെ അത് ബാധിക്കും. നെക്സ്റ്റ് വൺ, സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ടു റെസിസ്റ്റ് ഷിയർ ഡിഫോർമേഷൻ അണ്ടർ ട്രാഫിക് അറ്റ് ഹൈ ടെമ്പറേച്ചർ. Sufficient air voids in the compacted bitumen to allow for additional compaction by traffic. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സഫിഷ്യൻറ്റ് കോമ്പാഷൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ കോമ്പാഷൻ ഒരുപാട് ഓവർ ആവാനും പാടില്ല. ബിക്കോസ് അതിൽ കുറച്ച് എയർ വോയിഡ്സ് വേണം. ട്രാഫിക് അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ടൈമിൽ അത് കോമ്പാക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള എയർ വോയിഡ്സ് അതിനകത്ത് വേണം. നെക്സ്റ്റ് വൺ, സഫിഷ്യൻറ്റ് വർക്കബിലിറ്റി ടു പെർമിറ്റ് ഈസി പ്ലേസ്മെൻറ്റ് വിത്തൗട്ട് സെഗ്രിഗേഷൻ. മിക്സിന് നമ്മൾ വർക്കബിലിറ്റി കൂടാൻ പാടില്ല. പ്ലേസ് ചെയ്യുന്ന സമയത്ത് വരെയുള്ള അതിന് വേണ്ടിയിട്ടുള്ളൊരു വർക്കബിലിറ്റി മാത്രമേ പാടുള്ളൂ. കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെഗ്രിഗേഷൻ ഉണ്ടാവും, നമ്മുടെ കോൺക്രീറ്റിൻ്റെ കേസ് പോലെ തന്നെ. നെക്സ്റ്റ് വൺ, സഫിഷ്യൻറ്റ് ഫ്ലെക്സിബിലിറ്റി ടു അവോയ്ഡ് പ്രിമച്വർ ക്രാക്കിംഗ് ഡ്യൂ ടു റിപ്പീറ്റഡ് ബെൻഡിങ് ബൈ ട്രാഫിക്. ട്രാഫിക് പാസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന റിപ്പീറ്റഡ് ബെൻഡിങ് കൊണ്ട് ക്രാക്കിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സഫിഷ്യൻറ്റ് ഫ്ലെക്സിബിലിറ്റി ഈ മിക്സിന് ഉണ്ടായിരിക്കണം. സഫിഷ്യൻറ്റ് ഫ്ലെക്സിബിലിറ്റി അറ്റ് ലോ ടെമ്പറേച്ചർ ടു പ്രിവെൻറ്റ് ഷ്രിങ്കേജ് ക്രാക്സ്. ഷ്രിങ്കേജ് ക്രാക്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ഫ്ലെക്സിബിലിറ്റി അറ്റ് ലോ ടെമ്പറേച്ചർ ഈ ഒരു മിക്സ് ഡിസൈനിന് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് മിക്സിലുള്ള ബിറ്റുമിനസ് മിക്സിലുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും ഫില്ലറും പിന്നെ ബൈൻഡറും 4 സാധനമാണുള്ളത്. അതിൽ കോഴ്സ് അഗ്രിഗേറ്റ് എന്താണെന്നറിയാം. സൈസ് കൂടിയിട്ടുള്ള അഗ്രിഗേറ്റാണ് കോഴ്സ് അഗ്രിഗേറ്റ്. ഇറ്റ് ഓഫർ കംപ്രസീവ് ആൻഡ് ഷിയർ സ്ട്രെങ്ത് ആൻഡ് ഷോസ് ഗുഡ് ഇൻ്റർലോക്കിംഗ് പ്രോപ്പർട്ടീസ്. ബിറ്റുമിനസ് മിക്സിലുള്ള മെറ്റീരിയൽസ് തമ്മിലുള്ള ഗുഡ് ഇൻ്റർലോക്കിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നത് കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. ഈ കോഴ്സ് അഗ്രിഗേറ്റ് ആണ് ഷിയർ സ്ട്രെങ്ത്തും കംപ്രസീവ് സ്ട്രെങ്ത്തും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫൈൻ അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വോയിഡ്സ്, അതിൻ്റെ ഇടയിലൂടെയുള്ള വോയിഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത്. അതൊരു ബൈൻഡറായിട്ട് വർക്ക് ചെയ്യും. സാൻഡ്, റോക്ക് ഡസ്റ്റ് ഇതൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള ഫൈൻ അഗ്രിഗേറ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഫില്ലർ. ഫിൽ ദ വോയിഡ്സ്, സ്റ്റിഫൻസ് ദ ബൈൻഡർ ആൻഡ് ഓഫേഴ്സ് പെർമിയബിലിറ്റി. ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വോയിഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫില്ലർ യൂസ് ചെയ്യുന്നത്. സിമൻറ്റ്, ലൈമ് ഇതൊക്കെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, binder fills the voids, cause particle addition and gluing and offers impermeability. വോയിഡ്
ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബൈൻഡറും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ബൈൻഡർ ഈ പാർട്ടിക്കിൾസിനെല്ലാം കൂട്ടിച്ചേർത്ത് നിർത്തും. അതായത് ബൈൻഡർ മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴാണ് അത് ഇംപെർമിയബിൾ ആയിരിക്കും. അപ്പോൾ ബൈൻഡർ ഫിക്സ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിളെല്ലാം ഒന്നും കൂടി ഒരു മിക്സായിട്ട് അല്ലെങ്കിൽ അത് ഒരു ഒറ്റ സാധനമായിട്ട് ആക്ട് ചെയ്യും. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബൈൻഡർ എന്ന് പറയുന്നത് ബിറ്റുമിൻ, അസ്ഫാൾട്ട്, ടാർ പോലെയുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഏതൊരു ഇപ്പോൾ സോയിൽ പറയുന്ന സമയത്താണെങ്കിലും സാൻഡ് പറയുന്ന സമയത്താണെങ്കിലും ഒക്കെ മിക്സിനെ കുറിച്ച് പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡിനെ കുറിച്ച് പഠിക്കാറുണ്ട്. അപ്പോൾ വെൽ ഗ്രേഡഡ്, യൂണിഫോമലി ഗ്രേഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഈ മിക്സിനും ഗ്രേഡ്സ് ഉണ്ട്. അതിലൊന്നാമത്തത് വെൽ ഗ്രേഡഡ് മിക്സ്. ഡെൻസ് മിക്സ് bituminous concrete has good proportion of all constituents and are called dense bituminous macadam. Offers good compressive strength and some tensile strength. വെൽ ഗ്രേഡഡ് മിക്സിൽ എല്ലാ കമ്പോണൻസും ഈക്വലായിട്ട് പ്രപ്പോർഷനിലായിട്ട് മിക്സിൽ കാണാൻ കഴിയും. പിന്നെ അതുപോലെ ഡെൻസ് ആയിരിക്കും. പിന്നെ കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലായിട്ട് ഓഫർ ചെയ്യും. കുറഞ്ഞ രീതിക്ക് ടെൻസൈൽ സ്ട്രെങ്ത്തും ഓഫർ ചെയ്യും. നെക്സ്റ്റ് വൺ ഗ്യാപ്പ് ഗ്രേഡഡ് മിക്സ്. അതിൽ ചില കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ചില സൈസിലുള്ള കോഴ്സ് അഗ്രിഗേറ്റ് നമ്മൾ സീവിൽ അളന്നിട്ട് ബിറ്റ്വീൻ ഇത്ര സൈസിലുള്ള കോഴ്സ് അഗ്രിഗേറ്റ് ആണെന്ന് പറയും. അതിൽ ചില സൈസ് ഇതിൽ മിസ്സിങ് ആയിരിക്കും. ആ ടൈപ്പ് മിക്സിനെയാണ് നമ്മൾ ഗ്യാപ്പ് ഗ്രേഡഡ് മിക്സ് എന്ന് പറയുന്നത്. സം ലാർജ് കോഴ്സ് അഗ്രിഗേറ്റ്സ് ആർ മിസ്സിങ് and has good fatigue and tensile strength. Next one, open graded mix. Fine aggregate and filler are mixing. It is porous and offers good friction, low strength and for high speed. ഇതിൽ ഫൈൻ അഗ്രിഗേറ്റും ഫില്ലറും മിസ്സിങ് ആയിരിക്കും. ആ ടൈപ്പ് ഓപ്പൺ ഗ്രേഡഡ് മിക്സ് എന്ന് പറയുന്നത് ആ ടൈപ്പ് ഡിസൈൻ മിക്സിനെയാണ്. Next one, unbounded. Binder is absent and behaves under loads as if its components were not linked together, though good interlocking exists. Very low tensile strength and needs curb protection. ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ഇതിൽ ബൈൻഡർ ഉണ്ടായിരിക്കില്ല. ഈ അൺബൗണ്ടഡ് ടൈപ്പിൽ ബൈൻഡർ ഉണ്ടായിരിക്കില്ല. Different layers in a pavement. Bituminous base course consists of mineral aggregates such as stone, gravel or sand bonded together by a bituminous material and used as a foundation upon which to place a binder or surface course. A bituminous aggregate mixture used as an intermediate course between a base and surface courses or as the first bituminous layer in a two-layer bituminous resurfacing. It is sometimes called a leveling course. കോമൺ ആയിട്ട് നമ്മൾ സബ് ഗ്രേഡ് അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന കുറേ കോഴ്സുകളെല്ലാം കഴിഞ്ഞ് ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്നതാണ് ബിറ്റുമിനസ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർഫസ് ലെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനായിട്ട് ആക്ട് ചെയ്യുകയാണ് ബിറ്റുമിനസ് ബേസ് കോഴ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, asphalic or bituminous concrete. Bituminous concrete consists of a mixture of aggregates continuously graded from maximum size, typical less than 25 mm, through fine filler that is smaller than 0.075 mm. Sufficient bitumen is added to the mix so that the compacted mix is effectively impervious and will have acceptable dissipative and elastic properties. അസ്ഫാൾട്ടിക് ഓർ ബിറ്റുമിനസ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ബിറ്റുമിനസ് കോൺക്രീറ്റിൻ്റെ ഒരു മിക്സ്ചറാണ്. ഒരു അഗ്രിഗേറ്റ്, അതുപോലെ മാക്സിമം സൈസിലുള്ള അഗ്രിഗേറ്റ്, കണ്ടിന്യൂസ്ലി ഗ്രേഡഡ് മാക്സിമം സൈസ്, ടിപ്പിക്കലി ലെസ് ദാൻ 25 mm, ത്രൂ ഫൈൻ ഫില്ലർ ദാറ്റ് ഈസ് സ്മോളർ ദാൻ 0.075 mm. അപ്പോൾ ഈ ടൈപ്പ് അഗ്രിഗേറ്റ്സ്, ഈ ഒരു സൈസിലുള്ള അഗ്രിഗേറ്റ്സ് ആണ് ബിറ്റുമിനസ് കോൺക്രീറ്റിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്.
ഇനി ഇതിൽ തന്നെ സഫീഷ്യൻറ്റ് ബിറ്റുമിൻ ഈസ് ആഡഡ് ടു ദ മിക്സ് സോ ദാറ്റ് ദ കോമ്പാക്റ്റഡ് മിക്സ് ഈസ് എഫക്റ്റീവ്ലി ഇംപെർവിയസ് ആൻഡ് വിൽ ഹാവ് അക്സെപ്റ്റബിൾ ഡിസിപ്പേറ്റീവ് ആൻഡ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക്, ഈ പറഞ്ഞ സൈസിലുള്ള കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ മിക്സിലേക്ക് നമ്മൾ സഫീഷ്യൻറ്റ് ബിറ്റുമിൻ ആഡ് ചെയ്തിട്ടാണ് ബിറ്റുമിനസ് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്തത്. ടേബിളിൽ കാണിച്ചിരിക്കുന്നത് അഗ്രിഗേറ്റിൻ്റെ ഗ്രഡേഷനാണ് ഫോർ ബിറ്റുമിനസ് കോൺക്രീറ്റ്. നെക്സ്റ്റ് വൺ, റിക്വയർമെൻറ്റ്സ് ഓഫ് ബിറ്റുമിനസ് മിക്സസ്. മെയിനായിട്ട് ബിറ്റുമിനസ് മിക്സിൻ്റെ റിക്വയർമെൻറ്റ്സ് സ്റ്റെബിലിറ്റി, ഡ്യൂറബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, സ്കിഡ് റെസിസ്റ്റൻസ് ആൻഡ് വർക്കബിലിറ്റി ആണ്. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എ റെസിസ്റ്റൻസ് ഓഫ് പേവിംഗ് മിക്സ് ടു ഡിഫോം. Stability depends on interparticle friction, primarily of aggregates and the cohesion offered by the bitumen. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫോമേഷന് ഈ ഒരു മിക്സ് കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ്. ഡിഫോമേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിറ്റുമിനസ് മിക്സ് കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റി ശരിക്ക് ഇൻ്റർ പാർട്ടിക്കിൾ ഫ്രിക്ഷനെയും അതുപോലെ ഈ അഗ്രിഗേറ്റിൻ്റെയും പിന്നെ ബിറ്റുമിൻ്റെയും പ്രോപ്പർട്ടീസിനെയും അനുസരിച്ചിരിക്കും ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സഫിഷ്യൻറ്റ് ബൈൻഡർ മസ്റ്റ് ബി അവൈലബിൾ ടു കോട്ട് ഓൾ ദ പാർട്ടിക്കിൾസ് അറ്റ് ദ സെയിം ടൈം ഷുഡ് ഓഫർ ഇനഫ് ലിക്വിഡ് ഫ്രിക്ഷൻ. ബൈൻഡർ നമ്മൾ തുടക്കം മുതൽക്ക് പറഞ്ഞതുപോലെ ബൈൻഡർ ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ അഗ്രിഗേറ്റിൻ്റെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ബൈൻഡ് ചെയ്ത് നിർത്താൻ സാധിക്കുള്ളൂ. സോ സഫിഷ്യൻറ്റ് ബൈൻഡറും ഈ ഒരു സ്റ്റെബിലിറ്റീനെ ബാധിക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ്. നെക്സ്റ്റ് വൺ, ഹവർ ദ സ്റ്റെബിലിറ്റി ഡിക്രീസസ് വെൻ ദ ബൈൻഡർ കണ്ടൻറ്റ് ഈസ് ഹൈ ആൻഡ് വെൻ ദ പാർട്ടിക്കിൾസ് ആർ കെപ്റ്റ് എപ്പാർട്ട്. ബൈൻഡർ ആവശ്യത്തിന് മാത്രമേ പാടുള്ളൂ. ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൈൻഡർ ഈ ഒരു മെറ്റീരിയലിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നതിന് പകരം പാർട്ടിക്കിൾസിനെ പല ഭാഗത്തേക്കായിട്ട് അത് മൂവ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും അതിൻ്റെ സ്റ്റെബിലിറ്റീനെ ബാധിക്കും. നെക്സ്റ്റ് വൺ, ഡ്യൂറബിലിറ്റി. ഡ്യൂറബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ മിക്സ് അഗെയിൻസ്റ്റ് വെതറിംഗ് ആൻഡ് അബ്രസീവ് ആക്ഷൻ. വെതറിംഗ് കോസസ് ഹാർഡനിങ് ഡ്യൂ ടു ലോസ് ഓഫ് വോളറ്റൈൽസ് ഇൻ ദ ബിറ്റുമിൻ. അബ്രേഷൻ ഈസ് ഡ്യൂ ടു വീൽ. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വെതർ ചേഞ്ച് കൊണ്ട് എപ്പോഴും ഈ ഒരു പേയ്മെൻറ്റിന് ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ വെതറിങ് ആക്ഷൻ കൊണ്ട്, വെതറിങ് കോസസ് ഹാർഡനിങ് ഡ്യൂ ടു ലോസ് ഓഫ് വോളറ്റൈൽസ് ഇൻ ദ ബിറ്റുമിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വെതറിങ് ആക്ഷൻ കൊണ്ട് ഈ ബിറ്റുമിന് ഉണ്ടാവുന്ന ആ ഒരു എഫക്റ്റ്, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന അബ്രേഷനും, ആ വീല് പേയ്മെൻറ്റുമ്പോൾ തട്ടുമ്പോൾ ഉണ്ടാകുന്ന അബ്രേഷൻ, തേയ്മാനം, അതുകൊണ്ടും അതിനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഡ്യൂറബിലിറ്റി. ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഓഫ് ഫെയിലിയർ ആർ പോഡ് ഹോൾസ്, ഡിറ്റീരിയറേഷൻ ഓഫ് പേയ്മെൻറ്റ്സ് ലോക്കലി ആൻഡ് സ്ട്രിപ്പിംഗ്, loss of binder from the aggregates and aggregates are exposed. Disintegration is minimized by high binder content since they cause the mix to be air and waterproof, and the bitumen film is more resistant to hardening. Next one, flexibility. Flexibility is a measure of level of bending strength needed to counteract traffic load and prevent cracking of the surface. സർഫസിൻ്റെ ക്രാക്കിങ്ങും അതുപോലെ ട്രാഫിക് ലോഡിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെൻഡിങ് സ്ട്രെങ്ത്ത്, ആ ഒരു ബെൻഡിങ് സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫ്രാക്ചർ ഈസ് ദ ക്രാക്സ് ഫോംഡ് ഓൺ ദ സർഫസ്. മെയിൻ റീസൺ ആർ ഷ്രിങ്കേജ് ആൻഡ് ബ്രിട്ടിൽനെസ് ഓഫ് ദ ബൈൻഡർ. മെയിനായിട്ട് ക്രാക്ക് ഫോം ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ ഫ്രാക്ചർ എന്ന് പറയുന്നത് ക്രാക്സ് ആണ് ഫോം ചെയ്യാനുള്ള കാരണം ഷ്രിങ്കേജും ബ്രിട്ടിൽനെസ്സും ആണ്.
Shrinkage cracks are due to volume change in the binder due to aging. Brittleness is due to repeated bending of the surface due to traffic loads. Higher bitumen content will give better flexibility and less fracture. Next one, skid resistance. It is the resistance of the finished pavement against skidding, which depends on the surface texture and bitumen content. It is an important factor in a high-speed traffic. Normally, an open graded coarse surface texture is desirable. സ്കിഡ് റെസിസ്റ്റൻസ് മെയിനായിട്ടൊരു സർഫസിന്, ഒരു പേയ്മെൻറ്റ് സർഫസിന് വേണ്ട ഒരു മെയിൻ ക്രൈറ്റീരിയയാണ് സ്കിഡ് റെസിസ്റ്റൻസ്. വാഹനങ്ങൾ സ്കിഡ് ചെയ്ത് പോകുമ്പോൾ, പാസ് ചെയ്ത് പോകുന്ന സമയത്ത് സ്കിഡിങ് ഉണ്ടാകുമ്പോൾ അതൊരുപാട് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫിനിഷ്ഡ് പേയ്മെൻറ്റ് അഗെയിൻസ്റ്റ് സ്കിഡിങ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ സർഫസ് ടെക്സ്ചർ ആൻഡ് ബിറ്റുമിൻ കണ്ടൻറ്റ്. ഒരു ബിറ്റുമിനസ് മിക്സിൻ്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറഞ്ഞത്. അതിൽ സ്കിഡ് റെസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, വർക്കബിലിറ്റി. വർക്കബിലിറ്റി ഈസ് ദ ഈസ് വിത്ത് വിച്ച് ദ മിക്സ് ക്യാൻ ബി ലെയ്ഡ് ആൻഡ് കോമ്പാക്റ്റഡ് ആൻഡ് ഫോംഡ് ടു ദ റിക്വയർഡ് കണ്ടീഷൻ ആൻഡ് ഷേപ്പ്. കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി പറയുമ്പോൾ തന്നെ നമുക്കത് ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്ലേസ് ചെയ്യാനും കോമ്പാക്റ്റ് ചെയ്യാനും വേണ്ട ആ ഒരു ഈസിനെസ്സിനെയാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ വർക്കബിലിറ്റി ഈസ് ദ ഈസ് വിത്ത് വിച്ച് ദ മിക്സ് ക്യാൻ ബി ലെയ്ഡ് ആൻഡ് കോമ്പാക്റ്റഡ് ആൻഡ് ഫോംഡ് ടു ദ റിക്വയർഡ് കണ്ടീഷൻ ആൻഡ് ഷേപ്പ്. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്രഡേഷൻ ഓഫ് അഗ്രിഗേറ്റ്, ദെയർ ഷേപ്പ്, ടെക്സ്ചർ, bitumen content and its type. Angular, flaky and elongated aggregates decrease workability. Rounded aggregate improve workability. ഇതൊക്കെ കോൺക്രീറ്റിൻ്റെ കേസിൽ പോലെ തന്നെ സെയിം ആണ്. അഗ്രിഗേറ്റിൻ്റെ സൈസിനെയും ഷേപ്പിനെയൊക്കെ അനുസരിച്ചിരിക്കും വർക്കബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ബിറ്റുമിൻ കണ്ടൻറ്റ് ഒരുപാട് കൂടുകയാണെങ്കിൽ വർക്കബിലിറ്റി കൂടും. പക്ഷേ ഒരുപാട് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെഗ്രിഗേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ആംഗുലർ, ഫ്ലേക്കി ആൻഡ് ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സ് വർക്കബിലിറ്റി കുറയ്ക്കും. പകരം റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ വർക്കബിലിറ്റി കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ബിറ്റുമിൻ മിക്സ് എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം. സ്റ്റെബിലിറ്റി ടു മീറ്റ് ട്രാഫിക് ഡിമാൻഡ്, bitumen content to ensure proper binding and waterproofing, voids to accommodate compaction due to traffic, flexibility to meet traffic loads especially in cold season, sufficient workability for construction and economical mix ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിറ്റുമിനസ് മിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബിറ്റുമിനസ് മിക്സ് എന്താണ്, എത്ര ടൈപ്പ് ബിറ്റുമിനസ് മിക്സ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പാണ് ബിറ്റുമിൻ മിക്സിൽ വരുന്നത്, അതിൽ വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്, അതൊക്കെ എന്തൊക്കെയാണ് സെപ്പറേറ്റ്, പിന്നെ അതിൻ്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ബിറ്റുമിനസ് മിക്സ് എന്ന് പറയുന്ന പോർഷനിൽ പഠിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.